അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറെ പ്രശസ്തരായ കവിയായിരുന്നു കുമൈത്ത് ബിൻ സിയാദുൽ അസദി എന്നവർ. ഹിജറ 126 വഫാത്തായ മഹാനാണ് കുമൈത്ത് എന്ന് പറയുന്ന കവി. മഹാനവറുകളുടെ ഒരു സംഭവം സിയറു അലാമിൻ നുബലായിൽ ഹാഫിളു ദഹബി തന്നെ ഉദ്ധരിക്കുന്നതായി കാണാം. ഈ കുമൈത്ത് എന്ന് പറയുന്ന കവി മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകൻ സൈനുൽ ആബിദ് എന്ന പേരിൽ അറിയപ്പെട്ട അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മദ്ഹ് പറഞ്ഞു. അങ്ങനെ മഹാനായ അലി ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 400ഓളം വരുന്ന ദിർഹം സമ്മാനമായി ഈ കവിക്ക് നൽകുന്നുണ്ട്. അത് നൽകുന്ന സമയത്ത് ഈ കവി മഹാനവറുകളോട് പറയുന്നുണ്ട്, ഖുദ് ഹാദിഹി യാ അബൽ മുസ്തഹിൽ, ഇത് അങ്ങ് തന്നെ പിടിച്ചുകൊള്ളുക. ലൗ വസലത്തിനി ബിദാനിക്കിൻ ലക്കാന ഷറഫ, അങ്ങ് 1 രൂപയുടെ ഒരു നാണയമാണ് എനിക്ക് തരുന്നതെങ്കിൽ പോലും അതെനിക്ക് വലിയ മഹത്വമുള്ളതാണ്. പക്ഷേ എനിക്ക് ആവശ്യമുള്ളത് വലാക്കിൻ അഹ്സിൻ ഇലയ്യ ബിസൗബിൻ യലി ജസദക തബറകു ബിഹി, അങ്ങയുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ആ വസ്ത്രം എനിക്ക് തരുമോ, അതുകൊണ്ടെനിക്ക് ബറക്കത്തെടുക്കാനാണ് എന്ന് ഈ കവി മഹാനായ അഹ്ലുബൈത്തിൽപ്പെട്ട അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുകയാണ്. ഫനസഅ സിയാബഹു കുല്ലഹ, മഹാനവറുകൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രം അഴിച്ചു കൊടുക്കുകയും വദഅ ലഹു, ഈ കവിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു എന്ന് കാണുന്നുണ്ട്. ശേഷം കുമൈത്ത് പറയുന്നുണ്ട്, മാ സിൽതു അഅരിഫു ബറക്കത്ത ദുആഇഹി, എനിക്ക് പിന്നീട് മഹാനവറുകളുടെ ദുആഇൻ്റെ ബറക്കത്ത് അനുഭവപ്പെടാറുണ്ട് എന്ന് ഈ കവി പിന്നീട് പറഞ്ഞതായി കാണാം. അപ്പോൾ അഹ്ലുബൈത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കുകയും അവരുടെ വസ്ത്രം കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തവരായിരുന്നു മഹാന്മാർ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുകയാണ്. ഇനി മഹാനായ മൂസൽ കാളിം റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ് അലിയുരിള റളിയല്ലാഹു അൻഹു. ആ അലിയുരിള റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിനെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഹാന്മാരെല്ലാം ബറക്കത്തെടുക്കുകയും അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളം ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാം. അബൂബക്കർ മുഹമ്മദ് ബിനുൽ മുഅമ്മിൽ എന്ന് പറയുന്ന മഹാൻ പറയുന്നതായി കാണാം, ഞങ്ങളും മഹാനായ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഇമ്മ, ഇമാമു അഹ്ലുൽ ഹദീസ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ട മഹാനായ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഞങ്ങളും ഒരു പറ്റം മശായിഖന്മാരും പുറപ്പെടുകയും ഞങ്ങൾ മഹാനായ അലി ഇബ്നു മൂസ റളിയല്ലാഹു അൻഹുവിൻ്റെ തൂസിലുള്ള ഖബർ സിയാറത്ത് ചെയ്യുകയും ചെയ്തതായി പറയുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഫറഅയ്തു മിൻ തഅലീമിഹി ലിതിൽകൽ ബുഖഅ, ആ മഹത്തായ മഖ്ബറയെ മഹാനായ ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ആ മഖ്ബറ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്തത് ഞാൻ കണ്ടു എന്ന് അബൂബക്കർ മുഹമ്മദ് ബിൻ മുഅമ്മിൽ എന്നവർ പറയുന്നതായി ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഹ്ദീബിൽ രേഖപ്പെടുത്തി വെച്ചതായി കാണാം. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ മഹാന്മാരായ അഹ്ലുബൈത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്തെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളമായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ കൊണ്ട് വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.